അടുത്ത കാലത്തായി ഒരു പുതിയ വ്യായാമ രീതി കണ്ടെത്തിയിട്ടുണ്ട്. ജാപ്പാൻകാരാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വളരെ ലളിതമായ ഒരു വ്യായാമമാണത്. അതായത് നമ്മൾ സാധാരണ സ്പീഡിൽ അല്ലെങ്കിൽ സാധാരണ വാക്കിംഗ് ചെയ്യുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ വളരെ വേഗതയിലുള്ള നടപ്പ് അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നു. അങ്ങനെ സാധാരണയുള്ള നടപ്പും ബ്രിസ്ക് വാക്കിങ്ങും ഓൾട്ടർനേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു വ്യായാമ രീതിയാണ് അടുത്ത കാലത്ത് കൂടുതൽ പ്രസക്തി ആയിട്ടുള്ളത്. അതുകൊണ്ട് വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും അത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത്. അതായത് നമ്മൾ സാധാരണ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം സാധാരണ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു. അതേസമയത്ത് ബ്രിസ്ക് വാക്കിങ്ങിന്റെ ഫേസ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ റേറ്റ് കൂടുന്നു, ഹൃദയം കൂടുതൽ സ്പീഡിൽ മിടിക്കുന്നു, വീണ്ടും അത് തിരിച്ച് നോർമൽ ലെവലിൽ വരുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിതമിക്ക് ആയിട്ട് ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ഹൃദയാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് സമയമില്ലാത്തവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ വ്യായാമം. അതായത് നമുക്ക് ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം വ്യായാമം ചെയ്താലും നമ്മൾ കൂടുതൽ സമയം വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതായത് നിങ്ങൾ ജിമ്മിൽ പോയി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ പ്രയോജനം നമുക്ക് ഈ വ്യായാമം ഏതാണ്ട് 40 മിനിറ്റ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പ്രയോജനം ലഭിക്കുന്നു. പലരും ഫിറ്റ്നസിന് വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നത്. അങ്ങനെ ഫിറ്റ്നസ് അല്ലെ എൻഡ്യൂറൻസ് കൂടുതലായിട്ട് ലഭിക്കാനും ഈ വ്യായാമം വളരെയധികം സഹായിക്കുന്നു. ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ കാലിലെ പേശികൾ കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കാലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് വളരെയധികം സഹായിക്കും. ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് പ്രമേഹമുള്ളവർക്കാണ്. അതായത് അവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നന്നായിട്ട് നിയന്ത്രിച്ചു നിർത്തുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ഈ വ്യായാമം ചെയ്യുമ്പോൾ കാലിലെ പേശികൾ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നു. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നിലവാരം കുറയുന്നു. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നിലവാരം കുറയുന്നത് നമ്മൾ വ്യായാമ സമയത്ത് ആ പ്രയോജനം കിട്ടുന്നുണ്ട്. വ്യായാമ ശേഷവും നമുക്ക് ആ പ്രയോജനം കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇത് സമയമില്ലാത്തവർക്കാണ് കൂടുതലായിട്ട് പ്രയോജനം ചെയ്യുന്നത്. നമ്മുടെ ജോയിന്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യായാമമാണ്. നമ്മൾ ഓടുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മുടെ മുട്ടിന് ആയാസം കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് മുട്ടുവേദനയോ അല്ലെങ്കിൽ മുട്ടിന് എന്തെങ്കിലും രോഗാവസ്ഥകളോ ഒക്കെ ആയി പിന്നീട് ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഈ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകാറില്ല. അങ്ങനെ വിവിധ പ്രയോജനങ്ങൾ ലഭിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ വ്യായാമ രീതി നിങ്ങൾക്ക് വളരെയധികം യോജിച്ചതാണ്.